നിരവധി മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും ഏക്കർ കണക്കിന് കൃഷിനാശമുണ്ടാകുമ്പോഴും ആശ്വാസവാക്കുമായി എത്തുന്ന വനംവകുപ്പ് പ്രതിരോധ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും കർഷകർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുന്നതിനും ഒരു നടപടിയും സ്വീകരിക്കാറില്ലെന്നും ആക്ഷേപങ്ങളുണ്ട്. വിശദാംശങ്ങളുമായി ചിന്നക്കനാലിൽ സിംഗകണ്ഠത്ത് നിന്നും സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ഗുഡ് മോർണിംഗ്. സന്ദീപ് രാജാക്കാട്, 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും ഇപ്പോൾ നമുക്ക് ഈ നാട്ടിൽ കാണാനില്ലേ? പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കുകളായി തീരുകയാണോ? ഉറപ്പുകൾക്ക് ഒരു വിലയുമില്ലേ സന്ദീപ് രാജാക്കാട്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രമല്ല, പതിറ്റാണ്ടുകളായി പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു ഈ 2 വർഷം മുമ്പ് 1,41,00,000 രൂപയുടെ പദ്ധതി ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്. അതിന് സർക്കാർ അംഗീകാരമൊക്കെ ലഭിച്ചുവെങ്കിൽ പോലും പിന്നീട് ഒരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സിംഗകണ്ഠം ടൗണിലാണ്. ഈ ടൗണിൻ്റെ സമീപത്തുണ്ടായിരുന്ന വീട്ടിലാണ് 2017 സുനിൽ എന്ന് പറയപ്പെടുന്നയാളെ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന കൊലപ്പെടുത്തുന്നത്. എനിക്ക് മുൻപിലുള്ള ഈ കടകളും വീടുകളും അടക്കം കാട്ടാന നിരവധി തവണ ഇടിച്ചു തകർത്തിട്ടുള്ളതാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോഡിലൂടെയാണ് കാട്ടാന നിരന്തരം ഇറങ്ങി കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിലായിരുന്നു വീട്ടുമുറ്റത്ത് നിന്ന് സുനിലിനെ പണ്ട് കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ ഇങ്ങനെ മനുഷ്യജീവനുകൾ ഏതാണ്ട് 49 മനുഷ്യജീവനുകൾ ഇവിടെ നഷ്ടമാകുമ്പോൾ പോലും ഒരുവിധ നടപടിയും, ഓരോ മനുഷ്യജീവനുകൾ നഷ്ടമാകുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ കളക്ടറും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ DFOയും അടക്കമുള്ളവർ നേരിട്ടെത്തി ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് നൽകും, ഞങ്ങൾ നാളെ തന്നെ ഈ നടപടികൾ ആരംഭിക്കുമെന്ന്. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഏറ്റവും നേർക്കാഴ്ചയാണ് ഈ സിംഗകണ്ഠത്തേത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാട്ടാന ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ടോ ഈ മേഖലയിൽ? കാട്ടാന ആക്രമണമുണ്ട്. സാഹചര്യം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. വനം മന്ത്രിയുടെ അത്ര പോലും ബുദ്ധിയില്ലാത്ത ജീവിയാണ് ഈ വനജീവികൾ. വകതിരിവും ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ഈ വനം വകുപ്പ് മന്ത്രി കേരളത്തിന് ശാപം. മുഖ്യമന്ത്രി ഇടപെട്ട് ഇയാളെ ഇറക്കി വിടണം. കാരണം ഒരു വകതിരിവും ഇദ്ദേഹത്തിനില്ല. ഇതെന്തിനാണ് ഈ മനുഷ്യനിവിടെ നമ്മുടെ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്? ആരെ നന്നാക്കാനാണ്? വന്യജീവിനെയാണ്. ഒരു മനുഷ്യന് വില കൽപ്പിക്കാത്ത ഒരു മന്ത്രി കേരളത്തിന് ശാപമാണ്. അയാളെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇറക്കി വിടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത്രയ്ക്ക് അധികം പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ. കാരണം ഇവർ ഇനി പരാതി നൽകാനും നിവേദനം നൽകാനും കാണാനും രാഷ്ട്രീയ നേതാക്കന്മാരോ മന്ത്രിമാരോ ഒന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. നിങ്ങൾ ഈ ഏറ്റവും ഒടുവിൽ ഞാനും കൂടി ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ച് ഈ പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കാമെന്ന ഒരു ഉറപ്പ് അവർ നൽകുന്നത്, അല്ലേ? ഈ വ്യാജമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും വ്യാജമായിട്ടുള്ള രേഖകളും തന്ന് വനം വകുപ്പ് പറ്റിക്കാതല്ലാതെ ആവശ്യമായ യാതൊരു സുരക്ഷാ നടപടികളോ ഇവിടെ കർഷകർക്കും മറ്റ് ആളുകൾക്കും ജീവിക്കാൻ തക്കവണ്ണമുള്ള സുരക്ഷാ പദ്ധതികൾ ഒരുക്കുന്നതിൽ വനം വകുപ്പ് പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജനവാസ മേഖലകൾക്കിടയിൽ കൂടെ പുതിയ റിസർവ് വനം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ബഫർ സോൺ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആളുകളെ കുടിയൊഴിപ്പിച്ച് മാറ്റുവാനുള്ള ഗൂഢപദ്ധതി വനം വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു SMS അലർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്ന മൃഗസ്നേഹികളും അതുപോലുള്ള ഗ്രൂപ്പ് അംഗങ്ങളും അതിൽ കയറി അവരുടെ പോസ്റ്റുകൾ ഇടുന്നതിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി വനംവകുപ്പ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൂര്യനെല്ലി, ചിന്നക്കനാൽ, ശാന്തമ്പാറ, പേത്തൊട്ടി, രാജകുമാരി മേഖലയിൽ പോലും കാട്ടാനശല്യം വളരെയധികം രൂക്ഷമായിട്ട് പോലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തക്കതായ നഷ്ടപരിഹാരമോ റവന്യൂ ഭൂമിയിൽ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാനകൾ ഇവിടുന്ന് മാറ്റി വനഭൂമിയിലോട്ട് മാറ്റുന്നതിനുള്ള നടപടി പോലും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല. സാധാരണഗതിയിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ വ്യാജമായ അന്നേരത്തെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടൊരു എഗ്രിമെൻറ്റ്, ഇവിടെ ബാബു എന്നയാൾ വെളുപ്പിന് 6 മണിക്ക് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ആളെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ ഡെഡ് ബോഡിയുമായി ഞങ്ങൾ സമരം ചെയ്തതിൻ്റെ വകയിൽ ഞങ്ങളിവിടെ 25 പേർക്ക് ഞങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അന്ന് DFO സഹിതമുള്ള ആളുകൾ കൃത്യമായിട്ട് വന്ന് രേഖാമൂലം ഞങ്ങൾക്ക് എഴുതി തന്ന എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ സൂര്യനെല്ലി തൊട്ട് ചിന്നക്കനാൽ തൊട്ട് മുതുവാക്കുടി വരെയുള്ള മേഖലയിലെ HML പ്ലാന്റേഷനിലെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് കാട്ടാന നിന്നാൽ കാണാൻ തെളിച്ചു തരാമെന്ന് 10 ദിവസത്തിനപ്പുറം പ്രതികരണങ്ങൾ ഉൾപ്പെടുത്താം. നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെടുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അവർക്കുള്ള ജീവനും സ്വത്തിനും ഒരു സുരക്ഷയുമില്ല എന്നാണ് പറയുന്നത്. ഈ വന്യജീവികൾ കാണിക്കുന്ന കരുണയെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. ഓരോ മരണവും പ്രതിഷേധമുണ്ടാക്കുന്നു. അതിൽ ചില ഉറപ്പുകൾ വരുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം
ഈ വിഷയത്തിൽ കണ്ടെത്താൻ സർക്കാരിനും താല്പര്യമില്ല. ഇനി സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ പോലും അതിന് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതിന് കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കുന്നുമില്ല എന്നുള്ളതാണ് ആരോപണം.